എങ്ങനെയുണ്ട് ഹോട്ടല്? സൂപ്പർ. ഇതിനെവിടെയാ പോണ്ടേ? പ്ലേ ഏരിയല്ലോ. ഓക്കെ, അപ്പൊ നോക്കാം നമുക്ക്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അങ്ങനെ ഞങ്ങളുടെ ബാങ്കോക്ക് തീർന്നു. നമ്മള് പട്ടായയിലേക്ക് പോവാണ്. നമ്മൾ ഓൾറെഡി അവിടെ പോയി ന്യൂ ഇയർക്ക് ആഘോഷിച്ചു. പക്ഷെ ഇനിയിപ്പം നമ്മൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഞങ്ങളിപ്പോൾ പോകുന്ന ഹോട്ടലിൽ നോട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഒരുപാട് നോക്കിയിട്ട് കണ്ടയിലെ ഏറ്റവും ബെസ്റ്റ് ഒരു ഫാമിലി റിസോർട്ട് ഇൻ വെരി അഫോർഡബിൾ പ്രൈസ് ആണ്. സോ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ എത്തിയിട്ട് പറയാം. സോ ഒരു ചെറിയ പട്ടായയിലേക്കുള്ള യാത്രയും ആൻഡ് ഹോപ്പ്ഫുള്ളി ഒരു അടിപൊളി റിസോർട്ടിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. ആൻഡ് നോട്ട് വെരി എക്സ്പെൻസീവ്. ഞാൻ ഇപ്പോഴേ പറയാം, റേറ്റ് ഒരു 3500 രൂപയേ ഉള്ളൂ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് കേട്ടോ. സോ ഹോപ്പ്ഫുള്ളി ഇറ്റ് ബി ഗുഡ്. ബീച്ചിന്റെ അടുത്തൊക്കെയാണ്. ആൻഡ് പട്ടായ കുറച്ച് മറ്റേ ആ മെയിൻ ആ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് അതൊക്കെ മാറി കുറച്ചും കൂടെ ഒരു കാം ഫാമിലി സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. സോ ഇവിടുന്ന് ഞാനൊരു ടാക്സിയിലാണ് പോകുന്നത്. അവരുടെ സർവീസ് വളരെ നല്ലതാണ്. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ബാങ്കോക്ക് പട്ടായ എവിടെയെങ്കിലും എയർപോർട്ട് ട്രാൻസ്ഫർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റിലയബിൾ രീതിയിലും വേണമെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാവേ. വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു നോക്ക്. എന്താ കാര്യം? പട്ടായ പട്ടായ ബെസ്റ്റ് ആണോ? ഇതിന്റെ ഫേവറേറ്റ് സ്ഥലം പട്ടായാണോ? പട്ടായയിലെ സിറ്റുവേഷൻ എന്താന്ന് ഒരു ഐഡിയയില്ല. ഞാൻ കേട്ടത് പകുതി നമ്മുടെ നാട്ടുകാർ ഇവിടെ കാണും എന്നാണ് കേട്ടിരിക്കുന്നത്. കാരണം ഇപ്പൊ ബസ്സില്ല. പിന്നെ ന്യൂ ഇയറിന് നാട്ടിൽ മിക്ക സ്ഥലത്തും ഭയങ്കര എക്സ്പെൻസീവ്. ലൈക്ക് പാർട്ടിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹോട്ടൽസിനോ എവിടെയെങ്കിലും ഒക്കെ പോകണമെങ്കിൽ എല്ലായിടത്തും ഭയങ്കര എക്സ്പെൻസീവ്. സോ അത് വെച്ച് നോക്കുമ്പോൾ പട്ടായ ഭയങ്കര ചീപ്പാണ്. വിസയില്ല. അതുകൊണ്ട് എനിക്കൊന്ന് പകുതി ആൾക്കാരും പട്ടായ കാണും. അവിടെ മിക്കവാറും മേയമായിരിക്കും കേട്ടോ ഇപ്പൊ ഈ ന്യൂ ഇയർ ടൈമില്. ഇവിടുത്തെ ലോക്കൽസും എല്ലാവരും എനിക്കൊന്ന് പട്ടായയിലേക്ക് പോയിരിക്കും കേട്ടോ. ഈ സൈഡിൽ നിന്നാണ് ട്രാഫിക് മൊത്തം. ഈ സൈഡ് കാലിയാണ്. തിരിച്ച് ബാങ്കോക്കിലേക്ക് പോകുന്ന റൂട്ടാണിത്. 3 ലൈൻ റോഡാണ്. നല്ല 6 ലൈൻ റോഡാണ്. 2.5 മണിക്കൂറേ ഉള്ളൂ ബാങ്കോക്ക് ടു പട്ടായ. ഞാൻ ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി പറയാം. ഞങ്ങൾക്ക് ബാങ്കോക്ക് സിറ്റി എന്ന് പറഞ്ഞാൽ പ്രാറ്റുനം ഏരിയയിൽ നിന്ന് പട്ടായ നമ്മുടെ ഹോട്ടൽ വരെ ഡ്രോപ്പ് വരുന്നത് ഒരു ഫോർച്യൂണർ ആണ് വണ്ടി. ഒരു 1800 ബാത്ത് ആണ്, ഇൻക്ലൂഡിങ് ടോൾ പെട്രോൾ എല്ലാം കൂടെ വരുന്നത് 1800 ബാത്ത്. സോ നിങ്ങളും എപ്പോഴും ആ ഒരു റെഫറൻസ് വെച്ച് വന്നാൽ ചെറിയ വണ്ടിയാണെങ്കിൽ ഒരു 1500 1600 അടുത്ത് കിട്ടുവേ. നമ്മളിപ്പോൾ താമസിക്കുന്നത് ജോമത്തേൻ എന്ന് പറഞ്ഞ ഒരു ബീച്ചിന്റെ ഏരിയയിലാണ്. കമ്പയർഡ് ടു മെയിൻ ഏരിയ ഓഫ് പട്ടായ, ദിസ് ഏരിയ സോ സൈലന്റ്. ഞങ്ങൾ ആക്ച്വലി റെന്റ് കാർ എടുക്കും, പിന്നെ അത് ക്യാൻസൽ ചെയ്ത് പോയതാണ് ബിക്കോസ് ഓവർ ബുക്ക്ഡ് ആയി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ ബോൾട്ട് ടാക്സി ഒക്കെ കിട്ടുമായിരിക്കും. ഇവിടുന്ന് ഏകദേശം ഒരു 20 മിനിറ്റ്സ് ഉണ്ട് നമ്മുടെ മെയിൻ പട്ടായ വാക്കിംഗ് സ്ട്രീറ്റ് ഒക്കെ. പക്ഷെ ഇത് നല്ലൊരു ഏരിയ ആണ്. നല്ല ബീച്ച് സൈഡും നല്ല റെസ്റ്റോറൻറ്റ്സും എല്ലാം ഉണ്ട്. ഇത് എവിടെയാ നമ്മള് പോകുന്നത്? കാറും ഇല്ല, ഒന്നും ഇല്ലല്ലോ. അവിടെ തന്നെ റൂമില്. പക്ഷെ ഞാൻ കാർ എടുത്ത് വിചാരിച്ചോട്ടാ ഈ ഏരിയ ബുക്ക് ചെയ്തത്. എന്തായാലും നോക്കട്ടെ. കണ്ടുകഴിഞ്ഞാൽ ശരിക്കും ഒരു ഗ്രാമത്തിൽ കയറുന്ന പോലെ. പിന്നെ ഒരു റിസോർട്ട് പോലെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഉള്ളിലേക്ക് ആയിരിക്കുമല്ലോ. 7-11 പോലും ഇല്ല. ഇതാ റിസോർട്ട്. കാണാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടാ വെളിന്ന്. നോക്ക് എങ്ങനെയുണ്ട് ഹോട്ടല്. സൂപ്പർ. ഇത് കൊള്ളാം കേട്ടാ. കുറച്ച് ഉള്ളിലേക്കാണെങ്കിൽ പോലും സംഭവം സെറ്റപ്പാണ്. നിങ്ങൾ ആലോചിക്കണം, 4000 രൂപയാണ് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിരിക്കുന്ന ഈ ഹോട്ടലിൽ. കയറി വരുമ്പോൾ തന്നെ ഇതുപോലത്തെ ഒരു ബീച്ച് ക്ലബ് വൈബ്സ് ആണ്. റിസപ്ഷൻ നല്ല തിരക്കുണ്ട്. എങ്ങനെയുണ്ട്? ഹാപ്പി. 4000 റുപ്പീസ് ഉള്ളു ഈ പീക്ക് ടൈമിൽ. ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ രാവിലെ എഴുന്നേക്കണേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. മിക്കവാറും ഇവിടെ തന്നെ ഒക്കെ ചില്ല് ചെയ്യാലോ. ആ ബാങ്കോക്കിൽ എന്തൊരു ഹെക്ടിക് ആയിരുന്നല്ലേ ഈ കഴിഞ്ഞ ദിവസങ്ങള്. ഇടയ്ക്ക് പൈസ കളയാനുള്ള പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. ഇവിടെ കയറി വരുമ്പോ തന്നെ ഉണ്ടല്ലോ, ഇത് നോക്ക്, നമുക്ക് കോഫി സ്നാക്സ് ഒക്കെ വേണമെങ്കിൽ അഫോർഡബിൾ ആയിട്ട് ഇവിടെ അടിയിൽ തന്നെ ഒരു കൗണ്ടർ പോലെ തന്നെ ഉണ്ട്. എനിക്ക് ഓല കണ്ടാൽ തന്നെ ബാലി ഓർമ്മ. ശരിക്കും ബാലി വൈബ്സ് ആണ്. മൊത്തം ബാലി വൈബ്സ് ആണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല ഇത് ഇവിടെ ഇതൊക്കെ ഉണ്ട്. 7-11 പോകേണ്ട ആവശ്യമില്ല കേട്ടാ. ചെറിയ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ബബിൾ ടീ ഒക്കെ ഉണ്ട്. പറയാ എല്ലാ ദിവസവും ഇവിടെ തന്നെയാ. ഡെസേർട്ട് കൗണ്ടർ ഇതിന്റെ അകത്തല്ല, കറങ്ങാൻ വ്ളോഗ് ചെയ്യാൻ പോണ്ടേ? വേണ്ട, അതൊന്നും പറ്റുമോ? 4 ദിവസം കുറച്ച് കൂടി പോവില്ലേ? കൊള്ളാല്ലേ ഈ ഏരിയ ഒക്കെ കൊള്ളാം അല്ലേ? ശരിക്കും ഒരു ബാലി പോയ ഒരു ഫീൽ. അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. നല്ല വെയില്. പക്ഷെ ഈ ഏരിയ ഒക്കെ നോക്ക്, അത് റെസ്റ്റോറന്റാ.
അല്ല പക്ഷെ ബീച്ച് വ്യൂ ഇല്ലാട്ടെ ഇവിടുന്ന് ഒരു വെള്ളത്തിന്റെ നടുക്കൂടെ. ആ ഇവിടുന്ന് ഒരു കൊള്ളാലോ. ഏതാ ഇത് ഫ്രീ അല്ല, പൈസ ഉണ്ട്. ആണോ? 45 ബാത്ത് സ്ലഷി ഫ്രീ വെച്ചൂടെ? ആ വെക്കാം. 4000 രൂപ കൊടുക്കണം, സാധനങ്ങളും ഫ്രീ വേണം അല്ലേ? ഞാനൊക്കെ ഒരു ഹോട്ടലിൽ തുടങ്ങിയാൽ ഫ്രീ ആയിട്ട് കൊടുക്കും ഡ്രിങ്ക് ഒക്കെ. ആണോ? കൊള്ളാം കേട്ടോ. ചില റിസോർട്ട്സിനൊക്കെ ചില റൂംസിനൊക്കെ പ്രൈവറ്റ് പൂളും ഉണ്ട്. എവിടെ? നമുക്കില്ല, നമ്മുടെ ഏറ്റവും നോർമൽ റൂം എടുത്തിരിക്കുന്നത് ഞാൻ. പക്ഷെ ഇത് കണ്ട പ്രൈവറ്റ് പൂൾ ഉണ്ട്. ഇത് നോക്ക്, ഹോബിറ്റ് ഹൗസ്. എന്താന്നറിയത്? ഇത് കൊള്ളാല്ലേ? എന്താ ഇത് കിഡ്സിന്റെ പ്ലേ ഏരിയ. ഒന്ന് ആലോചിച്ച് നോക്ക്, വേദന വിടാൻ സ്ഥലമുണ്ട്. അല്ലെങ്കിൽ ഒരു 15,000 റുപ്പീസിന്റെ മുകളിലുള്ള റിസോർട്ട്സിൽ ഇതൊക്കെ സാധാരണ അവൈലബിൾ ഉള്ളൂ. ഹയാത്ത്, അപൂർവ, കെമ്പൻസ്കി ഇവിടെ ഉണ്ട്. അവിടെ ഉണ്ട് ഔട്ട്ഡോർ പ്ലേ ഏരിയ. സ്റ്റാഫും ഉണ്ട് കുട്ടികളെ നോക്കാൻ. ഫുൾ ടൈം വേദു എൻഗേജ്. അതെ, രക്ഷപ്പെട്ടു. 3307 ഇത് പക്ക ഒരു റിസോർട്ട് ഫീലിംഗ് അല്ലേ? എനിക്കിത് ഏകദേശം നമ്മൾ മലേഷ്യയിൽ പോയപ്പോ താമസിച്ചില്ലേ, എവിടെ പൂളുള്ള സ്ഥലം? അത് നമ്മളെ ഫ്ലാറ്റ് ആയിരുന്നില്ലേ? അല്ല, ഒരു പൂളുള്ള ഒരു ഹോട്ടലിൽ താമസിച്ചില്ലേ? മലേഷ്യയാണോ ക്രാബിയാണോന്ന് ഓർമ്മയില്ല. ക്രാബിയില് ആ ഒരു ഫീലിംഗ് കുറച്ച് അതുകൊണ്ട് അത് പക്ക ഒരു റിസോർട്ട് ഫീലിംഗ് ആണ്. ഒന്ന് റൂമൊക്കെ കണക്കായിരിക്കും, കാരണം റിസോർട്ടിൽ എപ്പോഴും വെളിയിലല്ല. നമ്മുടെ റൂം 3307 വെളിയിലല്ല ആൾക്കാർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ആഹാ, നല്ല മണം. ഇതിന്റെ കണക്റ്റിംഗ് റൂംസ് ആണ്. അവിടെ എന്താ? അത് അപ്പുറത്തെ റൂമിന്റെ ഡോർ. കണക്റ്റിംഗ് റൂംസ് അല്ലേ, തുറക്കാൻ പറ്റില്ല. കൊള്ളാല്ലേ റൂം? വെരി നൈസ്. സിമ്പിൾ റൂം, പക്ഷെ എക്സ്ട്രീംലി ക്ലീൻ ആൻഡ് എസ്തെറ്റിക് അല്ലേ? വുഡിന്റെ ഒരു ഫിനിഷ് ഒക്കെ വന്ന് ആവശ്യമുള്ള ഫർണിച്ചർ എല്ലാം ഉണ്ട്. 2 വലിയ ബെഡ്സ് ഉണ്ട്. അതെ, പിന്നെ ടേബിൾ ഉണ്ട്. നമുക്ക് ആക്ച്വലി ഒരു ലാർജ് ബെഡാ വേണ്ട, പക്ഷെ അതുപോലും കിട്ടിയില്ല, അത്രയും ഫുൾ ആയിരുന്നു. ഇരിക്കുന്ന സ്ഥലം ബാൽക്കണി വിത്ത് പൂൾ വ്യൂ ഉണ്ട്. പൂള് കണ്ടില്ലല്ലോ, ഒന്ന് തുറന്ന്. പൂളും ഉണ്ട്, പൂൾ ബാറും ഉണ്ട് പ്രിയ അവിടെ. നൈസ്. തുണി ഉണക്കാനും സ്റ്റാൻഡ് ഉണ്ട് ഇവിടെ. സ്റ്റാൻഡ് ഉണ്ട്. അമ്മോ, നമുക്ക് ബാറിന്റെ ആവശ്യമില്ലല്ലോ. അല്ല, അവിടെ പോയി പുള്ളിരുന്ന ജ്യൂസ് ഒക്കെ കുടിക്കാലോ. ജക്കൂസി ഉണ്ട്. ഞാൻ സ്വിംസൂട്ട് എടുത്തില്ല. അയ്യോ, ബെസ്റ്റ് ആള്. എന്ത് ഫണ്ണായിരുന്നു. അവിടെ ഒരു ഞാൻ എന്തായാലും ആ ഏരിയ ഒക്കെ കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല വൈബ് ഉണ്ട്. നല്ല വൈബ് ഉണ്ട്. കൂടെ നോക്കട്ടെ. പിന്നെ വലിയ മിറർ ഇല്ല കേട്ടാ. മിറർ ഇല്ലേ? ഒരു മീഡിയം സൈസ് മിററേ ഉള്ളൂ. ഫുൾ മിറർ ഇല്ല. ഉണ്ട്, ദേ മിറർന്ന്. പിന്നെ നല്ല വലിയ ബാത്റൂം ആണ് കേട്ടാ. നല്ല വാഷ് ഏരിയ, അല്ല ബാത്ത് ഏരിയ, വലിയ ടോയ്ലറ്റ്, ഹെൽത്തോസും ഉണ്ട്. നമ്മുടെ ഇന്ദിര റീജൻസിയിൽ ഇല്ലായിരുന്നു. സമാധാനമായി സൂപ്പർ ആയിട്ടുണ്ട്. പെർഫെക്റ്റ്. എവിടെ പോയാലും ആദ്യം തപ്പുന്നത് റൂമിന്റെ ബെഡ് ഇതൊന്നും അല്ല, ഹെൽത്തോസ് ഉണ്ടോന്ന്. ഹാപ്പി ആയ ഹോട്ടല്. പിന്നെ ഫ്രിഡ്ജ് ഒക്കെ ഉണ്ടല്ലോ അവിടെ. എല്ലാം ഉണ്ട്. 7-11 മാത്രം അടുത്തില്ലാതെ പോയി. ഇവിടുത്തെ സ്പെഷ്യൽ ഗസ്റ്റിന്റെ ഫോട്ടോസ് കണ്ട ഹോട്ടലിലെ കണ്ട. റൂമിന്റെ അകത്ത് വരെ അല്ല അവിടെ. ഒന്ന് ആലോചിച്ച് നോക്ക്. ലൈക്ക് സെപ്പറേറ്റ് ഏരിയ ഒന്നും ഇല്ല ഡോഗ്സിന്. അതായിരിക്കും ഇവിടെ ഇത്രയും തിരക്ക്. പെറ്റ് ഫ്രണ്ട്ലിയും കൂടെ ആയതുകൊണ്ട് റെസ്റ്റോറൻറ്റും കൊള്ളാം കേട്ടോ. പക്ഷെ ഇതിപ്പോ 4 മണിയായി, ഞങ്ങൾ ഇപ്പോഴാണ് ലഞ്ച് കഴിക്കുന്നത്. തിരക്കില്ലാത്ത അതുകൊണ്ടായിരിക്കും. ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ഒറ്റ റെസ്റ്റോറൻറ്റേ ഉള്ളൂ. എന്റെ സാധനമാണ് ആദ്യമേ വന്നത്. പോർക്ക് നൂഡിൽസ് ആണ്, പാഡ്സിയോ എന്ന് പറയും. സോ ഇറ്റ്സ് ലൈക്ക് വോക്ക് ഫ്രൈഡ് നൂഡിൽസ് ആണ്. അതിൽ സോയും ഒക്കെ ഇട്ട് നല്ലൊരു സ്മോക്കി ഫ്ലേവർ ആയിരിക്കും. സോഫ്റ്റ് ടെക്സ്ചർ ആയിരിക്കും. ആവശ്യമുള്ള പോക്കും ഉണ്ട്. ഞാൻ കഴിക്കുന്നത് പ്രിയക്ക് കണ്ടുകൊണ്ടിരിക്കുക. എത്ര പേരാന്നറിയോ TV-യിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് നേരിട്ട് മര്യാദയ്ക്ക് കാണ് ഞാൻ കഴിക്കുന്നത്. അവർക്ക് എടുക്കാൻ പറ്റില്ലല്ലോ, എനിക്ക് എടുക്കാലോ. അത് കറക്റ്റാ, മണവും കിട്ടുമല്ലോ. അതും കറക്റ്റാ, കൈയിട്ട് മാറാലോ. അത് പറ്റില്ല. ഇത് കൊള്ളാം, ഭയങ്കര ടേസ്റ്റ് ആണ്. പക്ഷെ അയ്യോ പ്രിയ എക്സ്ചേഞ്ച് ചെയ്താലോ? പ്രിയയുടെ പോക്ക്, മുട്ട, സാലഡ് എല്ലാം ഉണ്ട്. ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. എനിക്ക് കുറച്ചേ ഉള്ളൂ ഇത്. കൊള്ളാം കേട്ടോ. ഇവിടെ പക്ഷെ ഓപ്ഷൻസ് കുറവാണ്, എന്നാലും വലിയ കുഴപ്പമില്ല. ഇതൊക്കെ ഒരു 300 റുപ്പീസ് 350 റുപ്പീസ് റേഞ്ച് ഒക്കെയാണ് വരുന്നത്. പ്രിയക്ക് വലിയ ആളെപ്പോലെ ആദ്യമേ ഓർഡർ ചെയ്തത് ഭയങ്കര എരിവ്. പ്രിയക്ക് കുറച്ചുപോലെ എരിവ് പറ്റില്ല. അതോ ഇനി വിഷന്നിട്ട് അത് പകുതി കഴിച്ചിട്ട് ഇനി ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്യാനുള്ള മടിയിൽ റീപ്ലേസ്മെന്റ് പറഞ്ഞാണോ? ഇപ്പൊ പുതിയത് ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്നു കേട്ടോ. എരിവ് എവിടെയാ പോണ്ടേ? പ്ലേ ഏരിയല്ലോ. ഓക്കെ, അപ്പൊ നോക്കാം നമുക്ക്. സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. കൊള്ളാവോ? TV, പ്ലേ ഏരിയ, സ്ലൈഡ്സ്, അങ്ങനത്തെ കുറച്ച് ചെറിയ സെറ്റപ്പ് ചെയ്തു. കളിക്കണം ഇവിടെ. ഇഷ്ടമായില്ല?
അവന് പറ്റിയതൊന്നും പോരാ കേട്ടാ. വലിയ 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 പ്ലെയറൊക്കെ പോയിട്ട് ഇപ്പൊ ഇവിടത്തേക്ക് എന്താ പ്രശ്നം? നല്ലതല്ലേ? പിന്നെ വേദു ആരാ? ആ പിന്നെ അപ്പൊ എന്താ വേദു വെളിയിലത്തെ പ്ലേ ഏരിയ കളിക്കും കുറച്ചു നേരം. ഓക്കെ, എന്നിട്ട് നമുക്ക് അകത്തെ പ്ലേ ഏരിയ രാവിലെ പോവാം. രാവിലെ അവിടെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ആ വേദു ഉണ്ടല്ലോ, ബാങ്കോക്കിലൊക്കെ നമ്മളിവിടെ ഷോപ്പിങ്ങും അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് മിക്കതും ചെയ്തത്. ഇവിടെ ഇനി ഫുൾ വേദുവിന്റെ ടൈമാണ്. അറ്റ്ലീസ്റ്റ് ഒരു 2-3 ഡേയ്സ് ഒരു വേറെ കിഡിലും പട്ടായയിലെ ഒരു സ്ഥലത്തൊക്കെ ഞാൻ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഐസ്ക്രീം പാർലറൊക്കെയാണ് അവിടെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അല്ലാതെ കുറെ പരിപാടികളൊക്കെ പ്ലാൻഡ് ഉണ്ട് പട്ടായയില്. നിങ്ങൾ ഇറങ്ങുവാണേ വൈബുള്ളവരൊക്കെ, ആൾക്കാരൊക്കെ. ആ ഇത് എന്തൊരു പൂൾ ഏരിയ നോക്ക്. അവിടെ ഞാൻ പറഞ്ഞ പോലെ കിഡ്സിന്റെ പ്ലേ ഏരിയ, അവിടെ ഒരു കിഡ്സ് പൂള്, സ്ലൈഡ്സ്, അവിടെ ഊഞ്ഞാല് സംഭവങ്ങള്, ഇവിടെ പൂൾ ബാർ, ബൈ 1 get 1 ഫ്രീ. ഇപ്പൊ പോയ ഒരാള് വഞ്ചി കിടക്കുന്നു, വൈബില്ലാത്ത ആള്. അതെ, ഇപ്പൊ പോയ ഒരു ജ്യൂസ് വാങ്ങിയ ഒരു ജ്യൂസ് ഫ്രീ കിട്ടും. ഒരു ജ്യൂസ് വാങ്ങിയ ഒരു ജ്യൂസ് ഫ്രീ കിട്ടി എപ്പോ വാങ്ങണം. ജക്കൂസിയിൽ ഒഴുകി പോരുത്, അവിടെ ഒന്നും ഡീപ്പാണ് കേട്ടോ, ലൈഫ് ഗാർഡ് ഒന്നും ഇല്ല. നമ്മുടെ ജ്യൂസ് ഒക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. പ്രോപ്പർ ബാറാണ്. അല്ലെ ഇതൊരു സെറ്റപ്പാണ് ഈ ബാങ്കോക്കും പട്ടായും തായ്ലൻഡ് പറയുന്നത്. ഇതിനെക്കാട്ടി ഒരു ചിൽഡ് ഔട്ട് റിലാക്സിങ് വൈബ് എവിടെ കിട്ടും അല്ലെ? ഈ ഒരു റേറ്റിന് ഒരു 3000 രൂപ 3500 രൂപയ്ക്ക് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. ഒരാളിവിടെ ഓവർ ആക്ടിങ് ഭയങ്കര ഓവർ ആക്ടിങ്. ആ പിന്നെ ഓക്കെ 2 ഡ്രിങ്ക് അവര് തന്നിരിക്കുന്നത്. പ്രിയക്ക് വേണ്ടത്. നിങ്ങൾ ആരെങ്കിലും വേണമെങ്കിൽ ഇവിടെ വന്ന് ജോയിൻ ചെയ്താൽ ഒരു ഡ്രിങ്ക് നമുക്ക് ഷെയർ ചെയ്യാം. ഇത് ആൽക്കഹോളൊന്നും ഇല്ല കേട്ടോ. ഇതൊരു സ്ട്രോബെറി പൈനാപ്പിൾ ലൈം ഡ്രിങ്ക് ആണ്. ഇതിന്റെ പേര് എന്തോ ഒരു സംഭവമാണ്. 4 തൊട്ട് 5 വരെ ഇവിടെ ഇതാണ് ഹാപ്പി അവേഴ്സ്. ഫുൾ ഫാമിലിയാണ്, ഒരു ഫാമിലി സെൻട്രിക് റിസോർട്ടാണ് കേട്ടോ. ഇത് റൊമാൻറ്റിക് അല്ല, ഫ്രണ്ട്സിന് വലിയൊരു സെറ്റപ്പ് ഒന്നും അല്ല, ഫാമിലി റിസോർട്ടാണ് ഈ ഒരു ഹോട്ടല്. വേദു പിന്നെ പ്രിയനെ കണ്ടാ പഠിക്കുന്ന വേദു ഓവർ ആക്ടിങ്. മറ്റേ ഒഴുകി പോവാന്ന്, കടലിലെ വേവ്സിനെ കാട്ടി പവറാന്ന് ജക്കൂസിക്ക്. ഒഴുകി പോവാ വേദു ഒന്ന് നിർത്തിക്ക വേദു ഷോ. പിന്നെ പിന്നെ അയ്യോ ഓവർ ആക്ടിങ്ങിന്റെ കിങ് ആണ് വേദു, കിങ്. ആ ഇതാണ് കിഡ്സ് ഏരിയ. എനിക്കൊന്ന് 6 മണി ആവാറാകുമ്പോഴേക്കും അവർ ക്ലോസ് ചെയ്യുന്നല്ല, ആ ഷവറും അതൊക്കെ പോവും. രാവിലെ ഒരു 10 മണിക്കൊക്കെ നല്ല വെയിലായിരിക്കും, പക്ഷെ എന്നാലും നല്ല സെറ്റപ്പാണ്. അത് നോക്ക്, അവരുടെ വേറെ ബാർ ഏരിയ ഉണ്ട് കേട്ടോ അവിടെ. കൂടുതൽ സെറ്റപ്പാണ്. ഓൺലി തിങ് ഇറ്റ്സ് ഫാർ ഫ്രം ദി മെയിൻ സ്ട്രീറ്റ്. ഇതേ കുട്ടികളുടെ സ്ലൈഡ് ഉണ്ടല്ലോ, ഇപ്പൊ വരും, തലയിലൊക്കെ വീഴും. തല വീഴും, മാറ്, തല വീഴും, ക്യാപ്പില്ല. ഓ വെള്ളമായിട്ട് ഫൈറ്റ് കാടാ. അപ്പൊ ഇതിൽ കൂടെ വരാൻ പോവാണ്. ഓക്കെ, അയ്യോ പോയി. തല നനഞ്ഞ ഇപ്പൊ അമ്മ വഴക്ക് പറയും, നോക്കിക്കോ. ഇപ്പൊ അമ്മയുടെ ഇന്ന് വഴക്ക് കിട്ടും, നോക്കിക്കോ. ഗോ. കൊള്ളാം കേട്ടോ, പിള്ളേരുടെ സ്ലൈഡ് ആണെങ്കിലും ഐ കാൻ ബിലീവ് ഓൾ ദിസ് ഫെസിലിറ്റി. ഞാൻ വീണ്ടും പറയുന്നത്, ലോകത്ത് എവിടെ കിട്ടും ഇതുപോലത്തെ ഒരു 3500 രൂപയ്ക്ക്? ദേ പോയി 3500 രൂപയ്ക്ക് എവിടെ കിട്ടും ഇത്രയും സൗകര്യം? ഇടയ്ക്ക് വേദുവിൻ്റെ കൂടെ കളിക്കുക, ഇടയ്ക്ക് ഇതിൽ കൂടെ പോവുക, അതൊക്കെ കഴിഞ്ഞ് ഇടയ്ക്ക് 2ാമത്തെ ജ്യൂസ് കുടിക്കുക. പ്രിയക്ക് വേണ്ടാന്ന്. പ്രിയ അവിടെ ഇരുന്ന് മറ്റേ ബാങ്കോക്ക് ഫാഷന്റെ ഒരു എപ്പിസോഡിന്റെ ഒക്കെ ഫുൾ തിരക്കിലാണ്. ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും വേദുവിന് മതിയായില്ലാന്ന്. ഇവിടെ ചെറിയൊരു ബീച്ചല്ല, ഒരു മഡ് ഗ്രൗണ്ടാ, മഡ് പ്ലേ ഗ്രൗണ്ട് ഒക്കെ പോലെ വെച്ചിട്ടുണ്ട്. വേദുവിന് കുറച്ചു നേരം അവിടെ കളിക്കണം എന്ന്. ആൻഡ് വേറൊരു കാര്യം, നാളെ രാവിലെയൊക്കെ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കിഡ്സിന്. നമ്മളാ കണ്ട സഫാരി ക്യാമ്പില്ല, അതിൻ്റെ അത് പെയിന്റിങ് അങ്ങനെയൊക്കെ അവർ ചെയ്യുമെന്ന് പറയുന്നു. അതിൻ്റെ ടൈമിംഗ് ഒന്ന് ചോദിക്കണം. അങ്ങനെ ആകുമ്പോൾ രാവിലെ വേദുവിന് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാമല്ലോ. ഭയങ്കര ഇഷ്ടമായി. ഓൺലി തിങ് ഐ ആം മിസ്സിംഗ് ഇസ് റെന്റ് കാർ. പക്ഷേ കുഴപ്പമില്ല, ബോൾട്ട് ഉണ്ട്. ഇവിടുന്ന് സിറ്റി പോയിന്റ് 200 rupees ഒക്കെ ഉള്ളൂ. സോ ഇറ്റ്സ് ഓക്കെ. ഡിന്നർ ടൈമായി. ഇവിടെ കൊടുത്ത് ഇപ്പൊ പ്രിയയും വേദവും പോവും. ഇവിടെ ഇപ്പൊ രാത്രി ടാക്സി കിട്ടാൻ കുറച്ച് പാടാണ്. 1 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ. ഇവിടുന്ന് ഞാൻ നടന്നു പോകാമെന്ന് വിചാരിച്ചു. അവർ രണ്ടുപേരെ സ്കൂട്ടർ കയറ്റി വിട്ടു. ഒരു ടെൻഷനും ഇല്ല. എനിക്ക് ഒരു ടെൻഷനും ഇല്ലാത്ത അത്രയും സേഫ് ആയിട്ട് അവരെത്തും എന്നുള്ളൊരു രീതിയിലാണ് നമുക്ക് തായ്ലൻഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈക്ക് ടാക്സി ഒക്കെ എടുത്താട്ടാ ഒരു അൺസേഫ് ഫീലിങ്ങും കാണില്ല.
ഇവിടെ ഒരു ചെറിയ ഷാക്കൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഹോം മെയ്ഡ് ഫുഡൊക്കെ കിട്ടുന്നത്. കുഴപ്പമില്ല, സെറ്റപ്പാന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഒരു 1.2 കിലോമീറ്റേഴ്സ് ഞാൻ നടന്നെത്തിയത്. ഒരു ഹ്യൂജ് ഇത് പാർക്കിംഗ് നോക്കും, ഒരു ഹോട്ടലിൻ്റെ ഒക്കെ അത്രയും പാർക്കിംഗ് ഉണ്ട്. റെസ്റ്റോറൻറ്റ് പാർക്കിംഗ് പോലെയല്ല, ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ്, പപ്പുന്ന അങ്ങനെ എന്തോ ആണ് പേര്. പ്രിയൊക്കെ ഓൾറെഡി എത്തിയിട്ടുണ്ട്, സീറ്റ് പിടിച്ചിട്ടുണ്ട്. സീ ഫുഡ് സ്പെഷ്യാലിറ്റി ആണ്. ഇതുണ്ടാ പൂപ്പൻ സീ ഫുഡ് എന്നാണ് പേര്. ഇന്നും എന്തായാലും വലിയ തിരക്കില്ല, കുറേ സ്പേസ് ഉണ്ട്, പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. ഔട്ട്ഡോർസ് AC ഒന്നും ഇല്ല കേട്ടാ. എന്തൊരു ക്രൗഡ് ഇത്, മൈ ഗോഡ്. ഞാൻ ഇതുവരെ ഇത്രയും വലിയൊരു റെസ്റ്റോറൻറ്റ് പട്ടായയിലൊന്നും കണ്ടിട്ടില്ല. ഇത് എത്ര പേര്, ഒരു 1000-2000 പേർക്ക് കൂടുതൽ ഇരിക്കാൻ പറ്റുന്ന റെസ്റ്റോറൻ്റ് ആണ്. അകത്ത് വേറെ AC ഏരിയ ഉണ്ടെന്ന് തോന്നുന്നു. ഇനി മേളിലും ഉണ്ടെന്ന് പറയില്ല, മേളിലും കൂടെ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 4000 പേർക്കൊക്കെ പറ്റിയ റെസ്റ്റോറൻ്റ് ആയിരിക്കും ഇത്. ഒരാൾ വന്നിരുന്ന് ഫുഡ് അടിയും തുടങ്ങി കേട്ടാ. എവിടെ ഹസ്ബൻഡ് വിശക്കുന്നുണ്ടോ, 2 കിലോമീറ്റർ നടന്ന് വന്നോ, ഒന്നും അറിയണ്ട. അതിൻ്റെ ഇടയ്ക്ക് വേദുവിൻ്റെ സ്വാഡ് വേണം പോണത്. വേദുവിനൊക്കെ ഒരു ലൈക്ക് ക്രാബ് ആൻഡ് എഗ് ഫ്രൈഡ് റൈസ്, നല്ല പോർഷൻ ഉണ്ട്. ഇത് ആക്ച്വലി കലമാരിയാണ്, ക്രിസ്പി കലമാരി റിങ്സ്, കുറച്ച് സ്വീറ്റ് സോസ് ആയിട്ട് ഉണ്ട് കേട്ടോ. ഒരു ഡെസേർട്ട് ഷോപ്പ് കൊള്ളാമല്ലോ. ഐസ്ക്രീം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു, പക്ഷെ ക്യൂട്ട് സംഭവങ്ങളുണ്ട്. പറ്റുമെങ്കിൽ ഇപ്പോഴേ ഓർഡർ ചെയ്യാം. നോക്കട്ടെ, സെറ്റപ്പാണ് ഇവർ കേട്ടോ. എന്തൊരു സെറ്റപ്പാ, സീ ഫുഡും ഐസ്ക്രീംസും ചീസ് കേക്കൊക്കെ ഉണ്ട്. ഇത് കൊള്ളാം കേട്ടോ കണ്ടിട്ട് സംഭവം. ഇത് ക്രാബിന്റെ മീറ്റ് മാത്രം ഉപയോഗിച്ചും എഗ്ഗും കൂടെ മിക്സ് ചെയ്ത ഒരു സംഭവമാണ്. ഭയങ്കര റിച്ച് ഡിഷാണ്. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പ്രിയ പറയുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും. മധുരം ഉണ്ടോ? ക്രാബിന് നല്ല ഫ്ലേവർ ഉണ്ടോ? നോക്കട്ടെ, ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ, ഞാൻ കറക്റ്റായി പറയാം. ഈ ക്രാബ് മീറ്റ് മാത്രം ഒന്ന് കഴിച്ചു നോക്കട്ടെ. ക്രാബ് മീറ്റ് വിത്ത് എഗ് ആണ്. ഏറ്റവും കൂടുതൽ മഞ്ഞളുടെ ടേസ്റ്റും ക്രാബിൻ്റെ ടേസ്റ്റാണ്. ഒട്ടും സ്പൈസി അല്ല. എഗ്ഗ് അതിൻ്റെ ഗ്രേവിയിൽ ഭയങ്കര റിച്ച്. ഓൾറെഡി ക്രാബ് മീറ്റ് ഇസ് വെരി റിച്ച്. അതിൻ്റെ കൂടെ എഗ്ഗും കൂടെ കഴിക്കുമ്പോൾ അടിപൊളി, നല്ല മഞ്ഞളിൻ്റെ ടേസ്റ്റ്. ഇത് എന്തൊരു അടിപൊളി. ഇനി എവിടെ പോലും ഞാൻ ഇത് ഓർഡർ ചെയ്യും കേട്ടോ. തായ്ലൻഡിൽ ക്രാബ് മീറ്റ് വിത്ത് സോൾട്ടഡ് എഗ്, സൂപ്പർ സംഭവം. എന്ത് എളുപ്പമോ കഴിക്കാൻ, ഭയങ്കര ടേസ്റ്റി. ഫുൾ മീറ്റ് ഇത് കാണുന്ന മൊത്തം മീറ്റ്, വേറെ സവാള അങ്ങനെ ഒന്നുമില്ല. എഗ്ഗും മീറ്റും ഒരു ട്യൂമറിക്കിൻ്റെ മെയിൻ ഫ്ലേവറും. ഈ റേറ്റ് കുറച്ച് കൂടുതലാണ്, 750 രൂപ വരുന്നുണ്ട്. പക്ഷേ ഐ ഫീൽ ഇറ്റ്സ് ടോട്ടലി വർത്ത് ഇറ്റ്. ഇവരുടെ ഫ്രൈഡ് റൈസ് പെർഫെക്റ്റ് ആണ്. സൂപ്പർ ഫസ്റ്റ് ഡേ ഇൻ പട്ടായ. ആ ഷോപ്പ് അടയ്ക്കുന്നതിന് മുമ്പേ ഞാൻ പോയി ഡെസേർട്ട് വാങ്ങി. ഐസ്ക്രീംസ് അവിടുത്തെ സൂപ്പറാണ്, ഞങ്ങൾ ഒരു ദിവസം വന്ന് കഴിക്കും. ഇപ്പോൾ അത് ക്ലോസ് ആയ. ഇവരുടെ സ്ട്രോബെറി ചീസ് കേക്ക് ആണ്. ഹോം മെയ്ഡ് സ്ട്രോബെറി ജാം, ചീസ് കേക്ക് ആൻഡ് ക്രംബിൾ. ഇത് 3 ഇൻഗ്രീഡിയൻസ് വരുന്നത്. നോക്കട്ടെ, 3 കൂടെ ഒരു സ്പൂണിൽ കിട്ടുമെന്ന് നോക്കട്ടെ. കണ്ടാലേ അറിയാം ഹോം മെയ്ഡ് ലുക്ക് ഭയങ്കരമായിട്ടുണ്ട് മുകളിലത്തെ സ്ട്രോബെറി ടോപ്പിങ്ങിന്. ഇതെനിക്ക് കിട്ടില്ല, ഇപ്പം കഴിക്കുന്നേ കിട്ടുള്ളൂ. പ്രിയ വന്ന് അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും ഉറപ്പാണ്. മറ്റേ ഷാർക്കിൻ്റെ സീലിനൊക്കെ കാണുമ്പോൾ ഉള്ള ഒരു ആക്രാന്തം ഉണ്ടല്ലോ, നമ്മൾ പണ്ട് നാഷണൽ ജിയോഗ്രഫിയിൽ കണ്ടിട്ടുണ്ട്. അതാണ് പ്രിയക്കിന് ഇത് കാണുമ്പോൾ വരാൻ പോകുന്നത്. ക്രീമി സോൾട്ടി ടാർട്ട്നെസ് ഉണ്ട്. ആ സ്ട്രോബെറിയുടെ ഒരു ചെറിയ പുളിപ്പ്, നല്ല ബട്ടറി ക്രംബിൾ. സൂപ്പർബ് പ്ലേസ്, സൂപ്പർബ് ഡിന്നർ ആൻഡ് നൗ സൂപ്പർബ് ഡെസേർട്ട് ഓൾസോ. ഭാഗ്യത്തെ എനിക്ക് വീണ്ടും ഐസ്ക്രീം കഴിക്കാനുള്ള ഭാഗ്യം കിട്ടി. ലാസ്റ്റ് ഓർഡർ ആയിരുന്നു. ആ പെണ്ണ് ചിരിക്കുന്നതിനെ നോക്കിയിട്ട് എൻ്റെ ഭാഗ്യം. അപ്പോൾ ഞാൻ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ജെലാറ്റോ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ഇതെന്തൊരു ഭംഗിയാന്ന് നോക്കി ഈ ഒരു ഐസ്ക്രീം ഷോപ്പ്. ഇവിടെ ഒക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഓരോ ആക്സസറീസ് വാങ്ങാം, ഡോൾസ്. അതല്ലാതെ ഇവിടെ കുറേ കുക്കീസും ബിസ്ക്കറ്റ്സും അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. എന്തായാലും ഒന്നും കൂടെ വരണം ഇവിടെ. എന്ത് ക്യൂട്ട്. എൻ്റെ മുകളിലൊരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, അതെ അതിൻ്റെ ഹോളായത്. അത് ഞാൻ കഴിച്ചു പോയി. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഒരു ഭയങ്കര ഡാർക്ക് ചോക്ലേറ്റ്, അധികം സ്വീറ്റ് അല്ലാത്ത നല്ല കൺസിസ്റ്റൻസി ഉള്ള ഒരു ഐസ്ക്രീം. എന്തായാലും ഒരു അടിപൊളി ദിവസമായിരുന്നു പട്ടായയിലെ നമ്മുടെ ഫസ്റ്റ് ഡേ. ഗൈസ്, തിരിച്ച് കിഡിലൻ ഒരു സീ ഫുഡ് ഡിന്നർ കഴിഞ്ഞ് റൂമിലെത്തി. ആൻഡ് ഈ റിസോർട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, 100% റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം വർത്ത് മണിയാണ്. പക്ഷേ കുറച്ച് ദൂരെയാണ്. ഇഫ് നിങ്ങൾക്ക് എപ്പോഴും നടന്ന് വാക്കിംഗ് സ്ട്രീറ്റ്, ബീച്ച് ഏരിയ അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ, മെയിൻ ബീച്ച് പട്ടായ ബീച്ചിലേക്കൊക്കെ പോകണമെങ്കിൽ ഐ വുഡൻ റെക്കമെൻഡ്. കാരണം ദൂരെയാണ്.
ബോൾട്ട് ടാക്സി എപ്പോഴും അവൈലബിൾ ആണ്. ഒരു അപ്രോക്സിമേറ്റ് കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 350 രൂപയാണ് നമ്മുടെ ഈ ഹോട്ടലിൽ നിന്ന് സിറ്റി വരെ പോകാനായിട്ട്. ആൻഡ് ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ബീച്ച് ഉണ്ട്, നല്ല കിടിലം ബീച്ചാണ്, ജോമത്തീൻ ബീച്ച്. അങ്ങോട്ട് എല്ലാ മണിക്കൂർ കൂടുമ്പോൾ ഇവിടുന്ന് തന്നെ ഫ്രീ ഷട്ടിലുണ്ട്. അപ്പോൾ കുറച്ച് സൈലൻറ്റ്, കുറച്ച് ഫാമിലി ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഒരു കിടിലൻ നല്ല ഒരു വാട്ടർ പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പ് ഉള്ള ഒരു ഹോട്ടലിൽ താമസിക്കണമെങ്കിൽ യു ക്യാൻ 100% ചെയ്യുക. 7-11 ഒരു 5 മിനിറ്റ് നടന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ ഒബ്വിയസ്ലി പട്ടായയുടെ മെയിൻ ഏരിയയിൽ തന്നെ താമസിക്കുന്നതാണ് നല്ലത്, നിയർ സെൻട്രൽ ഫെസ്റ്റിവൽ മോൾ പട്ടായ അല്ലെങ്കിൽ നിയർ വാക്കിംഗ് സ്ട്രീറ്റ്. എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇനി ഇവിടുത്തെ കുറച്ച് അധികം സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. സോ നാളെ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.